നമ്മളൊരു പുതിയ പിന്നെ സബ്ജക്റ്റുമായിട്ടാണ് വന്നേക്കുന്നത്. മതം നിന്ന പ്രവാചക നിന്ന എന്നാൽ എന്താണ്? അച്ഛൻ കുഞ്ചാൻ ഇന്ന് പുതിയ സബ്ജക്റ്റ് മാറ്റിയേക്കുക. അല്ല, അത് നമ്മുടെ അനിൽ അയ്യപ്പൻ ബ്രദർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡൽഹിയിലെ ഒന്ന് പ്രശ്നമുള്ളോ എങ്കിലും ഒരു ആമുഖം പറഞ്ഞിട്ട് മാറുന്നതാണ്. പിന്നെയും വരാം, ഇടയ്ക്ക് വരാം. വളരെ പ്രസക്തമായ ഒരു വിഷയമാണിത്, മതനിന്ദ. അത് ഇന്ത്യൻ പീനൽ കോഡ് 295A അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കൂടാതെ 153 ഉണ്ട്, 153A ഉണ്ട്. ഇതെല്ലാം തന്നെ കൃത്യമായി മതനിന്ദ എന്താ എങ്ങനെയെന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട്. എന്നാൽ നോട്ടബിൾ ആയൊരു കേസ്, അത് അനിൽകുമാർ അയ്യപ്പൻ്റെ വീഡിയോയിൽ അത് സ്പഷ്ടമായിട്ടുണ്ട്. മറ്റേ റസൂൽ രംഗീല, ഇതാണ് രംഗീല റസൂൽ, ആ ബുക്ക് പബ്ലിഷ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് 1929 ഇത്തരം ഒരു ആക്ട് നമ്മുടെ രാജ്യത്ത് രൂപപ്പെടുന്നത്. അതൊരു മുസ്ലിം അഭ്യർത്ഥനയെ തുടർന്നുണ്ടായ റൂളാണ്. പക്ഷെ ഒരു കാര്യമുള്ളത്, ഈ റൂൾ കൊണ്ടൊന്നും ഒരാളെ ശിക്ഷിക്കാൻ കഴിയില്ല. പക്ഷെ ആ റൂൾ വെച്ച് പോലീസിന് പേടിപ്പിക്കാൻ പറ്റും. ഒന്നാമത് നോൺ വെയിലബിൾ ആണ്. ഇതുകൂടെ വേറൊരു കാര്യമുണ്ട്, ഈ നോൺ വെയിലബിൾ എന്നൊക്കെ കേട്ടാൽ ആള് പെട്ടെന്ന്, നമ്മളൊന്നും അല്ല, സാധാരണ മനുഷ്യൻ പെട്ടെന്ന് അങ്ങ് കണ്ണു തള്ളും. അമ്പടാ ജാമ്യമില്ലാത്ത വകുപ്പ്, അതൊക്കെ ഉമ്മാക്കിയാണ്, അത് കൈവച്ചാൽ മതി. കാരണം ഈ ജാമ്യമില്ലാത്ത വകുപ്പ് എന്നൊരു സംഭവം ഇല്ല. അത് പോലീസിന് ജാമ്യം കൊടുക്കാൻ പറ്റില്ലെന്നതിന് അർത്ഥമുള്ളൂ. കോടതിക്ക് ഏതിനും ജാമ്യം തരാം, അങ്ങനെയാണ് കാര്യം. പോലീസിന് ജാമ്യം തരാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അല്ലേ തന്നെ പോലീസ് ആശ്രയിച്ചുകൊണ്ട് ഈ ഇതൊന്നും മുമ്പോട്ട് പോവില്ല. അപ്പോ പോലീസ് തന്നെ പറയുന്നില്ല, ഞങ്ങൾക്ക് വെറുതെ ജോലി ഉണ്ടാക്കരുത്, ഇങ്ങനെയൊക്കെ പറയുന്ന പോലീസിനെ കണ്ടിട്ടില്ലേ? വെറുതെ ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കരുത്, ഇവൻ പിന്നെ എന്തിനിരിക്കുക അവിടെ നമ്മുടെ ശമ്പളം മേടിച്ചോണ്ട്, അവർക്ക് ജോലി ഉണ്ടാക്കരുതെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളോട് സംസാരിക്കുന്നത്. തീരെ വിവരമില്ലാത്ത ആൾക്കാരാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം, SI പോയിട്ട് DYSP അറസ്റ്റ് ചെയ്യുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. SI പോയിട്ട് കക്കൂസിൽ വിളിച്ച് DYSP അറസ്റ്റ് ചെയ്യുന്ന ഒരു നാടെന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അന്നേരവും പുള്ളി പറയാം, നീ പ്രോട്ടോകോൾ ഓർക്കണമെന്ന്. എന്തിനാ? പോയിട്ട് ഗുണ്ടയുടെ ഭക്ഷണം കഴിച്ച് കക്കൂസിൽ കയറി വിളിച്ചവനെ റെയ്ഡ് ചെയ്യാൻ ചെന്ന SIയോട് പറയാ, നീ പ്രോട്ടോകോൾ എന്താണെന്ന് അറിയാവിടാന്ന് ചോദിക്കുന്നത്. ഇത്തരം ഒരു രാജ്യത്താണ് ജീവിക്കുക എന്നൊരു ഫലിതം കൂടെ ഓർത്തണം ഈ ഘട്ടത്തിൽ. ഇവന്മാരാണ് ഈ തിട്ടൂരം കാണിച്ച് പേടിപ്പിക്കുന്നത്. ഏതായാലും ഇവരാദ്യം പോയിട്ട് നിയമം പഠിക്കട്ടെ. ഞാൻ അടുത്ത കാലത്ത് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഈ പോലീസായിട്ടോ അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റിൽ ആൾക്ക് നിർബന്ധമായി നിയമപഠനം വേണം. അത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട നിയമപഠനം അല്ല, കറക്റ്റ് വകുപ്പുകൾ കൃത്യം പറയാനും കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെ ഉള്ള നിയമ അറിവില്ലാത്തവനെ ഇവിടെ പിടിച്ചാക്കരുത്, ഈ ഡിപ്പാർട്ട്മെന്റിലെങ്ങും ആക്കരുത്. ഇപ്പൊ വേറൊരു വലിയ തമാശയുണ്ട്, ഈ റിട്ടയർ ആയ കുറെ പോലീസുകാരുണ്ട്, SP-മാരും ഒക്കെ ആയിട്ട്. ഇവർ ഭയങ്കര നീതിബോധത്തിൽ വന്നിരുന്നാണ് ഈ സംസാരിക്കുന്നത്. അവരുടെ ആ നീതിബോധം കേട്ടാൽ ഇതുപോലെ ഹരിചന്ദ്രന്മാർ വേറെ ഇല്ലെന്നുള്ളതാണ്. ഇവരുമെല്ലാം ഈ അഴിമതിയുടെ ഭാഗമാണ്. ഇവരെല്ലാം ചെയ്തത് ഇതേ പണി തന്നെയാണ്. ഇവരാരും നേരെ ചൊവ്വ ഒന്നും രാജ്യം ഭരിച്ചവരോ നാടിന് വേണ്ടി ഗുണം ചെയ്തവരല്ല. ഇവരൊക്കെ ഗുണ്ടാരാജുമായിട്ട് അലിഖിതമായ ബന്ധം, അവിഹിതമായിട്ടുള്ള ഏർപ്പാടുള്ള കക്ഷികളാണ്. അവർക്ക് പിന്നെ ജിഹാദിയായിട്ട് കൂട്ടുവരാതിരിക്കുമോ? സ്വാഭാവികമായിട്ട് അതങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാൻ ആ ഭാഗം വിടുന്നു. ഇനി വേറൊരു കാര്യം, ഈ മതനിന്ദയായിട്ട് ബന്ധപ്പെട്ട് ബ്ലാസ്ഫമി ലോ, അതുമായി ബന്ധപ്പെട്ടൊന്നും ഇന്ത്യയിൽ ഒരു ആക്ഷൻ എടുക്കാനൊന്നും പരിധി വിട്ട് കഴിയില്ല. അപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് 2022 നുപൂർ ശർമ്മ കേസാണ്. ആ കേസിൽ മുഹമ്മദിനെ പറ്റി അവർ നടത്തിയൊരു പരാമർശമാണ്. അപ്പൊ അത് പ്രത്യേക സാഹചര്യത്തിൽ അവര് അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാം ചർച്ച ചെയ്താണ് ഇവിടെ ആ കേസ്, ആ കാര്യങ്ങൾ ചർച്ച ചെയ്താണ്. BJP-യുടെ വക്താവായിരുന്നു. അവർ മുഹമ്മദിനെ പറ്റി നടത്തിയ പരാമർശമുണ്ട്. അതേ കാലത്ത് തന്നെ ഈ ശിവലിംഗത്തെ പറ്റി നടത്തിയ പരാമർശമുണ്ട്. അതെല്ലാം നമ്മൾ അന്ന് ചർച്ചയെ കൊണ്ടുവന്നാണ്. അത് ഇവരുമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതൊരു, ഞങ്ങൾ ഇതെത്ര പറയുന്നുള്ളൂ, ഞങ്ങളുടെ പേരിൽ നിങ്ങൾ മതനിന്ദ എടുത്തു, കുഴപ്പമില്ല. പക്ഷെ ഇതേ സമയത്ത് ഈ മതനിന്ദ ഞങ്ങൾ പറയത്തക്ക വിധമുള്ള കാരണം എന്താ എന്നുകൂടി അന്വേഷിക്കണം. രണ്ട് കാരണമാണ്. ഒന്ന്, ഇവർ മുമ്പോട്ട് വെച്ച ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഞങ്ങൾ ഈ ഉത്തരം പറയുന്നത്. അതാണ് കാര്യം. എന്ന് വെച്ചാൽ ഇവർ പറയുകയാണ് ബൈബിളിനെ പറ്റിയോ ഇതര മതഗ്രന്ഥങ്ങളെ പറ്റിയോ MM അക്ബറോ അല്ലെങ്കിൽ ഇവരുടെ തലതൊട്ടപ്പന്മാരായ കക്ഷികൾ നടത്തിയ വിമർശനങ്ങളെ അതേപടി കണ്ടിട്ട് കണ്ണടച്ച് വിഴുങ്ങുന്ന ഒരു ഭരണകൂടം, അത് മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. എന്നിട്ടാണ് മറ്റുള്ള ഞങ്ങൾ ചെയ്യുന്നത് മതനിന്ദയാണ് എന്ന് പറയുക. എന്താണ് മതനിന്ദ? ഞങ്ങൾ വളരെ കൃത്യതയോടെ ചലഞ്ച് ചെയ്യുന്നു. ഞങ്ങൾ എവിടെയെങ്കിലും മുഹമ്മദിനെതിരെ അദ്ദേഹം ചെയ്യാത്ത ഏതെങ്കിലും ഒരു കാര്യം ആരോപിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്തായിരുന്നു? എന്താണ് ഞങ്ങൾ ആരോപിച്ചത്? ഞങ്ങൾ മുഹമ്മദിനെതിരെ വളരെ കൃത്യമായിട്ട് അവർ ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതുന്ന
മുതവാദിറായിട്ടുള്ള ഹദീസുകളെ ആധാരമാക്കിക്കൊണ്ട് വിമർശനം നടത്തിയിട്ടുണ്ട്. അത് വിമർശനമല്ല, അത് ആ കിടന്ന കാര്യം അതേപടി പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങനെ പറഞ്ഞത് വിമർശനമാണെങ്കിൽ ഞങ്ങൾ ഇവരുടെ ഉസ്താദുമാർ പ്രസംഗിക്കുന്ന വാക്കുകൾ എടുത്ത ക്ലിപ്പിങ്ങുകൾ തരാം. ഉദാഹരണം, ജനാബ് എം അക്ബറാണ് പറയുന്നത്, സൈനബിന്റെ വീട്ടിൽ ചെന്നപ്പോൾ, അദ്ദേഹത്തിന്റെ തന്നെ പദം ഞാൻ കൃത്യം എടുത്ത് പറയുകയാണ്, സൈനബിന്റെ വീട്ടിൽ ചെന്നപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാഴ്ച കണ്ടു, അവളുടെ തുണി പൊങ്ങിയത് കണ്ടു, അപ്പോൾ അദ്ദേഹത്തിന് ആസക്തി ഉണ്ടായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലൈംഗിക വികാരം ഉണ്ടായി എന്ന് അക്ബർ പറയുന്നു. ആ പറയുന്ന കാര്യം ഞങ്ങൾ എടുത്തു പറയുമ്പോൾ രണ്ടും മതനിന്ദയാകുമോ? എടുത്തു പറയുന്നത് മാത്രം മതനിന്ദയാകുമോ? ഇനി മതനിന്ദയാണെങ്കിൽ ഇദ്ദേഹം എന്തിനത് പറയുന്നു? ഇനി സദ്വർത്തമാനമാണെങ്കിൽ അത് ഞങ്ങൾക്ക് പറയാൻ പാടില്ലെന്നുണ്ടോ? ഉദാഹരണം, ഏതൊരു മുസൽമാനും ഏതൊരു ദാവാക്കാരനും മുഹമ്മദ് ആ വീട്ടിൽ ചെന്ന് പെരുമാറിയത് ഒരു പരിശുദ്ധ കർത്തവ്യമായിട്ടാണ് പറയുന്നത്. അതുവരെ നാട്ടിൽ നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥിതി മാറ്റാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂല് ചെയ്ത അദ്ദേഹത്തിന് തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ധീരോചിതമായൊരു നിലപാടെന്നാണ്. അതുപോലെ തന്നെ മുജാഹിദ് വാലിശ്ശേരിയും പറയും ആ കാല 6-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന ഒരു യുവാവിന്റെ ധീരോചിതമായ നിലപാടാണ്. അപ്പൊ യുവാവിന്റെ ധീരോചിതമായ നിലപാട് ഒരു മുസ്ലിം പറയുമ്പോൾ ശ്രേഷ്ഠവും അതേ കാര്യം അന്യമതസ്ഥർ പറയുമ്പോൾ മതനിന്ദയുമാകും എന്ന് പറയുന്ന ഒരു ഇരട്ടത്താപ്പിനെ എങ്ങനെയാണ് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയുക? ഇനി അടുത്തൊരു കാര്യം, ഈ കേസിൽ ആരെയെങ്കിലും ശിക്ഷിച്ചിട്ടുണ്ടോ? എവിടെങ്കിലും ഒരു ശക്തമായ നടപടി ഉണ്ടായിട്ടുണ്ടോ? അതാണ് അടുത്ത ചോദ്യം. എവിടെങ്കിലും ഉണ്ടെങ്കിൽ റഫറൻസ് ഇടുക. ഏതെങ്കിലും ഒരാൾ മതനിന്ദ ഇങ്ങനെ നടത്തിയതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടൊരു കേസ് മുമ്പോട്ടിടുക, ഒരു റഫറൻസ് മുമ്പോട്ടിടുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം. ഈ നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുണ്ട്. ഈ ഭരണഘടന ഉണ്ടാവുന്നത് നമുക്കറിയാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നമുക്കറിയാം റിപ്പബ്ലിക് ദിനത്തോടു കൂടിയാണ് നമുക്കത് ആക്ട് ചെയ്യപ്പെട്ട് നമ്മുടെ അതിന്റെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് നമ്മൾ ഇന്ത്യക്കാരായ നമ്മൾ ഒരുമിച്ച് അക്സെപ്റ്റ് ചെയ്തൊരു ഭരണഘടനയുണ്ട്. ആ കൂടെ 1860 മെക്കോളെ പ്രഭുവിന്റെ കാലത്ത് രൂപപ്പെട്ട ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ട്. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു 1929 ഈ മതനിന്ദ പോലെയുള്ള നിയമങ്ങളടക്കം ആഡ് ചെയ്യപ്പെട്ടു. എന്നാൽ വസ്തുതാപരമാണ്. അപ്പോൾ ഒരു കാര്യമുള്ളത്, ഈ ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ശിക്ഷാ നിയമവും ഇന്ത്യൻ ഭരണഘടനയും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാകുന്നു, ഒരു ഐഡിയോളജിക്കൽ ക്ലാഷ്. രണ്ടിന് രണ്ട് വഴിക്ക് ഒരു കോൺട്രവേഴ്സി അതിനുള്ളിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ ഏതിനാണ് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ഒട്ടും അമാന്തിക്കേണ്ട ഇന്ത്യൻ ഭരണഘടനയ്ക്കാണ്, കോൺസ്റ്റിറ്റ്യൂഷന് മാത്രമാണ് അപ്രമാദിത്വം. അല്ലെങ്കിൽ അക്കാര്യത്തിൽ അവസാന വിധി കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ട് ഈ ഇപ്പോൾ നടക്കുന്ന വലിയൊരു ചർച്ച, നിയമ പണ്ഡിതന്മാർക്കിടയിലെ വലിയൊരു ചർച്ച, ഈ 295A 153A ഒക്കെ എടുക്കുമ്പോൾ ഇത് പൗരന്റെ മൗലിക അവകാശത്തിന് എവിടെങ്കിലും വിഘാതം സൃഷ്ടിക്കുന്നുണ്ടോ? അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിന്. അതായത് ആർട്ടിക്കിൾ 14 പറയുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 14 എതിരാകുമോ? 295 153 ഒക്കെ എതിരാകുമോ എന്നൊരു ചോദ്യം കോടതിയിൽ വീണ്ടും വരും. ഇങ്ങനെ ഉണ്ടായാൽ അവിടെ സംഭവിക്കുന്ന എന്താ? പൗരന്റെ മൗലികാവകാശമാകുന്ന അഭിപ്രായ പ്രകടനം, ഈ അഭിപ്രായ പ്രകടനം സ്വന്തം അഭിപ്രായം പറയാനാന്ന് ഓർക്കണം. പക്ഷെ നമ്മൾ ചെയ്യുന്ന സ്വന്തം അഭിപ്രായ പ്രകടനം പോലുമല്ല, ആ പുസ്തകത്തിൽ എന്തുണ്ട് അത് അതേപടി പ്രസ്താവിക്കുകയാണ്. ഉദാഹരണം, നമ്മൾ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി മോഡിജിയെ കുറിച്ച് പറയാണ്, അദ്ദേഹം ഒരു കുടുംബസ്ഥനല്ല, അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയില്ല. ആ ഭാര്യയെ സംരക്ഷിക്കാത്ത മോഡിയെ നമ്മൾ വിമർശിക്കുമ്പോൾ അതെങ്ങനെ തെറ്റാവും? കാരണം ഇതൊരു യാഥാർത്ഥ്യമല്ലേ, യാഥാർത്ഥ്യം ഏവർക്കും അറിവുള്ളതല്ലേ. പക്ഷെ അത് പറയാൻ മാന്യമായൊരു ഭാഷ വേണം, അതിന്റെ വിമർശനത്തിന്റെ സ്വഭാവം ഗുണപരമായിരിക്കണം. ഇതൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷെങ്കിൽ മുഹമ്മദിന്റെ വിമർശനം ഞങ്ങൾ നടത്തുന്നത് ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ വ്യാഖ്യാനം നടത്തിയോ ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ വൾഗറായ പദം ഉപയോഗിച്ചോ അല്ല. ഞങ്ങൾ അഭിമാന പുരസ്സരം പറയും. ഈ പദങ്ങളൊക്കെ ഞങ്ങൾ പറയുമ്പോൾ ഉസ്താദുമാരെക്കാൾ ഡീസന്റായ ഭാഷയിലാണ് ഞങ്ങൾ ആ കാര്യങ്ങൾ പറയുന്നത്. ഉസ്താദുമാരെന്തെല്ലാം പറയുന്നത്? ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു 294 എന്നൊരു വകുപ്പുണ്ട്. എന്തെന്നാണ്? ലൈംഗികമായ പരാമർശങ്ങൾ പൊതുജന സമക്ഷം എന്ന് പറയുന്നതിനെ ആക്ഷൻ എടുക്കാം, കേസെടുക്കാം. അങ്ങനെയെങ്കിൽ ഈ ഉസ്താദന്മാരുടെ ഈ വാക്ക് മാത്രം പോരെ. നിങ്ങൾ ഒരു സ്ത്രീയുടെ അരികിലേക്ക്, സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാകുന്നു, നിങ്ങൾക്ക് മുമ്പിലൂടെയോ പിമ്പിലൂടെയോ എന്നൊക്കെ പറഞ്ഞ് പാട്ടുപാടുകയാണ്. അത് കൊച്ചുകുട്ടികളൊക്കെ കേൾക്കുകയല്ലേ? ഇത് 294 വകുപ്പിട്ട് കേസെടുക്കണ്ടേ പോലീസ്? ഇതേ പോലീസ് കേസെടുക്കാത്ത എന്താ? ഇങ്ങനെയുള്ള അശ്ലീലങ്ങൾ തെരുവിൽ ഒന്ന് പറയുക. ഇനി അതുപോട്ടെ, ഈ കാര്യം ഇന്നയാൾ ഇന്നയിടത്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഹദീസ് നമ്പർ രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ കൃത്യം പുനരാഖ്യാനം ചെയ്യുമ്പോൾ അതെവിടെ മതനിന്ദയാകും? അതുകൊണ്ട് അത് മതനിന്ദയാണെങ്കിൽ ആ നിയമം ലംഘിക്കാൻ തന്നെ ഞങ്ങളുടെ പദ്ധതി. അതുകൊണ്ട് കേസെടുക്കുകയോ അകത്തിടുകയോ ഇടിക്കുകയോ ഇഞ്ചിഞ്ചാക്കുകയോ പീഡിപ്പിക്കുകയോ എന്ത് ചെയ്താലും നിങ്ങൾ അവസരം വരുത്തി വെക്കുന്നിടത്തോളം ഞങ്ങൾ ഈ ചർച്ചയായിട്ട് മുമ്പോട്ട് പോകും. അല്ലെങ്കിൽ ഒന്നേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ, നിങ്ങൾ നിരുപാധികം ഇപ്പോൾ നടത്തി വരുന്ന ഇത്തരത്തിലെ ക്രൈസ്തവർക്കിടയിൽ കടന്നുള്ള
ഇത്തരത്തിലെ പ്രചാരണ പരിപാടി അത് വെക്കുന്ന പക്ഷം ഞങ്ങൾ പിന്തിരിയുന്ന കാര്യം ആലോചിക്കാം. തൽക്കാലം ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു അജണ്ട ഇല്ല. അതുകൊണ്ട് തമിഴ്നാട്ടിലോ ഡൽഹിയിലോ ഒക്കെ ഇങ്ങനെ കേസ് എടുക്കുന്ന ഏർപ്പാടുണ്ടെങ്കിൽ ഇത് ഒരു കൂട്ടർക്ക് മാത്രം പറ്റുന്ന കാര്യമുള്ളെന്ന് ഓർത്തോളണം. ഞങ്ങളുടെ സംയമനം, ഞങ്ങളുടെ ക്ഷമയും നിങ്ങൾ ദൗർബല്യമായിട്ട് കാണരുത്. എൻ്റെ പ്രിയപ്പെട്ട ദാവാ സുഹൃത്തുക്കൾ കാണരുത്. ഇതേ കാര്യം ഞങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് ആയുധമെടുക്കാനും തിരിച്ചടിക്കാനും മാത്രമാണ് പ്രമാണമില്ലാത്തത്. മറിച്ച് നിയമത്തിന്റെ വഴികളിലൂടെ ഇങ്ങനെ ചെയ്യാൻ ഞങ്ങളുടെ ഗ്രന്ഥം ഞങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഞാൻ കൈസറെ അഭയം ചൊല്ലുന്നു. സുപ്രീം കോടതി വരെ പോകാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. അത്തരം ഒരു പരിസ്ഥിതിയിലേക്ക് പോകാതെ നിങ്ങൾ ദുർബലരായെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം പരിശോധിക്കുക. ഞങ്ങളല്ലോ തുടങ്ങി വെച്ചത്, ഞങ്ങളല്ലോ ഈ ശൈലി ആരംഭിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാനും ചിന്തിക്കാനും ഒക്കെ ഉള്ളത് നല്ലൊരു അവസരമായിട്ട് കരുതണം. ഒറ്റവാക്കിൽ പറയട്ടെ, ഈ മതനിന്ദ കാട്ടി വെറുതെ പേടിപ്പിക്കല്, അത് കൈവച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു തൽക്കാലം. വീണ്ടും ചർച്ച പുരോഗമിക്കട്ടെ. ഞാൻ സ്റ്റുഡിയോയിലാണ്. ഇടയ്ക്ക് വരാം, കേൾക്കാം. നന്ദി. വളരെ നന്ദി പാസ്റ്റർ, വളരെ വളരെ നന്ദി. തുടക്കം പാസ്റ്ററിൽ നിന്ന് തുടങ്ങുന്നു. അല്ല, എന്തായാലും അച്ഛൻ ബ്രദറെ, അനുഗ്രഹമായ കൊടുത്തോട്ടെ തുടക്കമാണ്. പാസ്റ്ററോട് ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. ഇന്നേ വരെ ഇന്ത്യയില്, ഈ സ്വതന്ത്ര ഇന്ത്യയില് മതനിന്ദയ്ക്കെതിരെ ഒരേ ഒരു കേസ് എടുത്തിട്ടുള്ളതെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അത് ശരിയാണോ? പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? 2022 നുപൂർ ശർമ്മയ്ക്കെതിരെ കേസുകൾ ഒത്തിരി പലർക്കും എടുത്തിട്ടുണ്ട്. നമ്മുടെ എൻ ഗോപാലകൃഷ്ണനെതിരെ, എം എം മക്കൂർക്കെതിരെയൊക്കെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഗൗരവതരമായി റെക്കോർഡ് ചെയ്യപ്പെട്ടൊരു കേസ് നുപൂർ ശർമ്മയ്ക്കെതിരെയാണ്.